അലർജിക് റൈനൈറ്റിസ് ഒക്കെ ഉള്ള കുട്ടിക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, ഏതൊരു അലർജി ഡിസീസിനെ പറ്റി നമ്മൾ പറയുന്ന പോലെ തന്നെ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ കുട്ടികൾ പഠിക്കാൻ വേണ്ടി നമ്മളെ ടേബിളിൽ ഇരുത്തുന്നു, ആ സമയത്ത് ബുക്സൊക്കെ കുറേ അവിടെ അടുക്കി വെച്ചിരിക്കുകയാണ്. ടേബിളിൽ ഇരുന്ന ഉടനെ കുഞ്ഞിന് മൂക്കടപ്പും തുമ്മലും തുടങ്ങുന്നു, ചുമ തുടങ്ങുന്നു, കണ്ണിൻ്റെ താഴെ ചൊറിച്ചിലോടെ. ഈ ബുക്സിനകത്തുള്ള പൊടി അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റും വന്നിരിക്കുന്ന ചെറിയ പ്രാണികൾ, പാറ്റ, പല്ലി പോലുള്ള ജീവികളുടെ അലർജി ആകാതിരിക്കും. കഴിയുന്നത് നമ്മൾ തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കുക, പൊടി അടിച്ച് പറത്താതെ. ബെഡ്ഷീറ്റ് ഒരു ആഴ്ചയിൽ 2 തവണയെങ്കിലും മാറ്റുന്നത് നല്ലതാണ്. പല കുട്ടികൾക്കും ഹൗസ് ഡസ്റ്റ് മൈറ്റിൻ്റെ അലർജി കടന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ തുമ്മലും ജലദോഷവും വരുന്നതിൻ്റെ ഒരു റീസൺ ഈ ഡസ്റ്റ് മൈറ്റിൻ്റെ അലർജി. പില്ലോയും ബെഡും ഒക്കെ പറ്റുമെങ്കിൽ ഇടയ്ക്കൊന്ന് ഡയറക്റ്റ് സൺലൈറ്റിൽ ഇടുകയും ചെയ്താൽ ഈ പ്രശ്നം നല്ല രീതിയിൽ നമുക്ക് സോൾവ്. പിന്നെ ഒരു കൃത്യമായ ഇടവേളയിൽ റൂംസൊക്കെ നന്നായിട്ട് മോപ്പ് ചെയ്യുക, ഫാനൊക്കെ നന്നായിട്ട്. ഫുഡിൻ്റെ ട്രിഗേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തുള്ള പുക, അത് കൂടാതെ ചില ഫ്രൂട്ട്സ്, മിൽക്ക്, നട്ട്സ് പോലുള്ള